ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒത്തിരി കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട്, അതായത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒരുപാട് ഫംഗ്ഷൻസുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ആയത്. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, എൻ്റെ ഈ സൈഡിലിരിക്കുന്ന ഇക്സോറ പ്ലാന്റ്, അതായത് നമ്മുടെ ചെത്തി ചെടി. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ചെത്തി ചെടി അല്ല. അപ്പോൾ ഇതൊരു ചൈനീസ് ഇക്സോറ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ സാധാരണ ചെത്തിച്ചെടീനേക്കാളും കുറച്ചുകൂടി മാറ്റമുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ചെത്തിയിലൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ദിവസവും നിറയെ പൂക്കൾ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് വീഡിയോസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇക്സോറ, ചൈനീസ് ഇക്സോറ പ്ലാന്റിൻ്റെ പ്ലാന്റിങ്ങും അതുപോലെ പ്രൊപ്പഗേഷനും കൂടി കെയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേഗം വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചെത്തിച്ചെടി. ചെത്തിച്ചെടി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെത്തിയുടെ പൂക്കളൊക്കെ ആയിട്ട് സാമ്യമുള്ള പൂക്കൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വെറൈറ്റിയാണ്. നമുക്ക് ഇലകളിലൊക്കെ ആ ഒരു വ്യത്യാസം മനസ്സിലാകും. ഇപ്പോൾ ഇതിൻ്റെ പേര് ചൈനീസ് ഇക്സോറ, അല്ലെങ്കിൽ നമുക്ക് ജംഗിൾ ജെറേനിയം എന്നൊക്കെ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളർ വെറൈറ്റീസ്, അതായത് പിങ്ക്, യെല്ലോ, വൈറ്റ്, റെഡ്, ഇങ്ങനെയുള്ള ഒത്തിരി കളർ വെറൈറ്റീസ് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം മറ്റ് ചെത്തിയേക്കാളും ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ദിവസവും പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും. മറ്റ് ചെത്തിയേക്കാളും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. മാത്രമല്ല നമുക്കിത് നല്ല ബുഷിയാക്കി, നല്ല പ്രൂൺ ചെയ്തിട്ട് നല്ല ബുഷിയാക്കി ഇതുപോലെ നിർത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ചട്ടിയിലൊക്കെ, നമ്മൾ സാധാരണ ചെത്തി മണ്ണിലേക്കൊക്കെയാണ് നടാറ്. പക്ഷെ നമുക്ക് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചട്ടിയിലേക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ, ഈവൻ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് പോലും നമുക്ക് വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളർത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെത്തിയുടെ ചെടിയെ പോലെ തന്നെ പൂക്കളുള്ള പ്ലാന്റ് ആണ്. എനിക്ക് തോന്നുന്നു മറ്റ് ചെത്തിയേക്കാൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കളാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് മറ്റേ ചെത്തി, സാധാരണ നാടൻ ചെത്തി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് നല്ല കുലയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് തന്നെ ഈ ഒരു രീതിയിലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നോക്കി വാങ്ങിക്കുക. പൂക്കൾ കണ്ടിട്ട് നിങ്ങൾ ഇലകളൊക്കെ കൊഴിഞ്ഞ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വരരുത് ഒരിക്കലും. ഇലകളൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വാങ്ങിക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ പിങ്ക് കളറ് ചൈനീസ് ഇക്സോറയാണ്. അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ലീവ്സ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ചെത്തിച്ചെടി പോലെ തന്നെ നമുക്ക് നല്ല സൺലൈറ്റ് ഈ ഒരു പ്ലാന്റിന് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. പിന്നെ നമുക്ക് റീപോട്ടിങ്ങിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് പോട്ടി മിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റെഡ് ഇക്സോറ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പമുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം വലിയ ചട്ടി തന്നെ വേണം. അപ്പോൾ അതെൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ചെത്തി നടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നടാനായിട്ടുള്ള പോട്ടി മിക്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചിട്ടില്ല. ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറയാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഇത്ര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ ധാരാളമായിട്ട് മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണൽ, ചാണകപ്പൊടി, ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് നല്ല രീതിയിൽ കൂട്ടിയിട്ട് ഇടുക. അതായത് നമ്മുടെ മണ്ണ് എടുക്കുന്നതിനേക്കാളും കുറച്ചധികമായിട്ട് ചാണകപ്പൊടിയും മണലും എടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് ഞാൻ ഇത് നടാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള പോട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ടൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ട് തന്നെ മതിയാവും കേട്ടോ.
ഇതിൽ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള ചട്ടി ഉണ്ടെങ്കിൽ അത് മതി. നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാൾ വലുപ്പമുള്ള ചട്ടി ഉണ്ടെങ്കിൽ അതിൽ നട്ടാലും മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ല് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ടാണ്, തങ്ങി നിൽക്കാതെ ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ടാണ് കല്ലിട്ട് കൊടുക്കുന്നത്. കല്ല് നിർബന്ധമില്ല, പോട്ടി മിക്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടിൽ വേണം നടാനായിട്ട്. കാരണം വെള്ളം കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നിലത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഒലിച്ചു പോകാനുള്ള സ്ഥലം ഉണ്ടെന്ന് വെക്കാം, പക്ഷേ ചട്ടിയിലാകുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഈ കവർ എന്നുള്ളത് മാറ്റി ഈ കവർ റിമൂവ് ചെയ്യണം. അപ്പം നല്ല കട്ടിയിലുള്ള മണ്ണാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് കെയർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ വേരൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആവും. അപ്പോൾ ഇത് കണ്ടില്ല, അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വേരുകൾ നല്ല രീതിയിൽ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെടിയിലെ മണ്ണ് പൂർണ്ണമായിട്ട് നമ്മളിത് നീക്കം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കിതിലെ മണ്ണ് നീക്കം ചെയ്യാം. കാരണം ഇതിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ചെത്തിച്ചെടി പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല രീതിയിൽ ലൂസിനായിട്ടുള്ള പൂട്ടി മിക്സ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ വേരുകൾ പെട്ടെന്ന് വളരുകയുള്ളൂ. അപ്പം നമുക്ക് ഈ കട്ടിയുള്ള മണ്ണ് കുറച്ചങ്ങ് നീക്കം ചെയ്യാം കേട്ടോ. വേരുകൾ പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു പോട്ടി മിക്സ് അതായത് മേടിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു മണ്ണ് റിമൂവ് ചെയ്യണോ എന്നുള്ള കാര്യം. അപ്പം റിമൂവ് ചെയ്യാതിരുന്നാൽ അതേപോലെ കട്ടിയായിട്ട് പിന്നെ നമ്മൾ വേറെ പോട്ടി മിക്സിലേക്ക് ഇടുമ്പോൾ നമുക്ക് ചെടി വളരാനായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ റിമൂവ് ചെയ്യുന്നത്. നിർബന്ധമില്ല, അതായത് നല്ല ഇളക്കമുള്ള മണ്ണൊക്കെയാണ് പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നത്. മുഴുവനായിട്ട് കളയുന്നില്ല കേട്ടോ. മുഴുവനായിട്ട് കളയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെടിയൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് അതിൻ്റെ മീഡിയം മാറുന്ന സമയത്ത് ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചവിടെ ബാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ വേരൊക്കെ കണ്ടില്ലേ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റിമൂവ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ പോട്ടി മിക്സ് പകുതിയെ നിറച്ചിട്ടുള്ളൂ, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരിക്കലും നമ്മുടെ പോട്ട് ഫുള്ളാക്കി നിറച്ചിട്ട് ഇങ്ങനെ വെക്കരുത്. കാരണം ഒരു 1/4 ഭാഗം മാത്രം നിറച്ചിട്ട് വെക്കുക, എന്നാലേ നമ്മുടെ മണ്ണിടാനുള്ളൊരു സ്പേസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പോട്ടി മിക്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ചാണകം തന്നെ നല്ല വളമാണ്, നമ്മുടെ ജൈവവളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചാണകം തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ കൊടുത്താൽ തന്നെ നമ്മുടെ ചെത്തിയൊക്കെ നന്നായി വളരുന്നതാണ് കേട്ടോ. അതുപോലെ പുളിപ്പിച്ച ചാണക വെള്ളം, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ മാത്രം യൂസ് ചെയ്യാം. നമ്മുടെ ചെടിയൊക്കെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വളം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രൂണിങ് ആണ്. അതായത് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കരിഞ്ഞ പൂക്കളൊക്കെ റിമൂവ് ചെയ്യുക, ആ ഭാഗം കട്ട് ചെയ്യുക. അതുപോലെ കരിഞ്ഞിട്ടുള്ള ഇലകളൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒത്തിരി നീണ്ടുപോകുന്ന കമ്പുകൾ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നിർത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോട്ട് തന്നെ ധാരാളമാണ്, നല്ല രീതിയിൽ നമുക്ക് ബുഷിയാക്കി നിർത്താനായിട്ട് സാധിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം ഞാനിത് പ്രൂൺ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാം. പോട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം. ഒത്തിരി നനയ്ക്കരുത് കേട്ടോ. ഒത്തിരി നനച്ചു കഴിഞ്ഞാൽ വേരുകളൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെടിയുടെ നനവ് മാത്രം നോക്കിയിട്ട് നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. പ്രൊപ്പഗേഷന് ഇതിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടിയായത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുറിക്കുമ്പം അതിനൊരു കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ചെടിയിൽ നിന്ന് ഞാൻ മുറിക്കുന്നില്ല. നമ്മുടെ നാടൻ ചെത്തിയിൽ നിന്നാണ് ഞാനൊരു പീസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ളൊരു കമ്പ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു കമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളൊരു ചെറിയ കമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നീളത്തിലുള്ള കമ്പാണ്. അതിൻ്റെ താഴത്തെ ലീവ്സ് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം, കാരണം നമുക്ക് നടുമ്പം ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ്. അതുപോലെ നമുക്ക് ഈ നീണ്ട ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, കാരണം ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേഷൻ വെക്കുന്നതാണ് നല്ലത്. കാരണം ചെടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയൊക്കെ ആ ഒരു ഇലകളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇലകൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലകളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കുറച്ചാക്കി നിർത്തുക, ബാക്കി നമ്മുടെ തണ്ട് മാത്രം മതി. അപ്പോൾ ഇത് നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കുത്തിവെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ആവാൻ വെറും മണൽ മാത്രം മതി, റിവർ സാൻഡ് മാത്രം മതി. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മണ്ണിലേക്ക് നട്ടാലും മതി. ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ചട്ടി കാലിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് കുത്തി വെക്കുകയാണ്. ഞാൻ റൂട്ടിംഗ് ഹോർമോൺ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ചെടി വേര് പിടിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നല്ല മഴക്കാലമാണ്. അപ്പം നല്ല മഴ കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി വെയിലൊന്നും കൊള്ളാതെ നല്ല രീതിയിൽ ഒരു 2-3 ആഴ്ച വെക്കുമ്പോഴത്തേക്കും പുതിയ തളിർപ്പുകളൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് റീപോർട്ട് ചെയ്ത് പ്ലാന്റിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ, നമ്മുടെ നാടൻ ചെത്തി പോലെ തന്നെ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.